എല്ലാം മംഗളമായിരിക്കുന്നു. ഇനി ദൈവവിധിയാലുള്ള വിവാഹം കതിർ മണ്ഡപത്തിൽ നടന്നിരിക്കും. എന്തായാലും ആ കുട്ടിയുടെ വരവ് ഗംഭീരമായി അല്ലേ പത്മേ? ആദിശേഷൻ തിരുമേനി ഇറങ്ങി പോയിരുന്നെങ്കിൽ പിന്നെ എന്തൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കുമായിരുന്നു. എന്താ ഞങ്ങൾക്ക് തങ്ങൻ എവിടെയാന്ന് വെച്ചാ. രാജു, നാട്ടില് ഞങ്ങൾക്ക് കുറച്ച് തെങ്ങും തോപ്പുകളുണ്ട്. അവിടത്തെ ജോലിക്കാരാ ഇവളുടെ അച്ഛൻ. ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയൊന്നും അല്ല ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വാരിക്കോരി കൊടുക്കുന്നതാണല്ലോ ഞങ്ങളുടെയൊക്കെ ഒരു ശീലം. പലതവണ പിരിച്ചുവിടാനൊക്കെ ആലോചിച്ചതാ. പക്ഷെ ഒരാഴ്ച തികച്ച് പണിയില്ലാതായാലേ എല്ലാം കൂടി പട്ടിണി കിടന്ന് ചത്തുപോകും അല്ലേ മമ്മി? അതെ, പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ കൊണ്ടുവന്നതിന്റെ പേരിലെ ആദിശേഷൻ തിരുമേനി എന്തോ നല്ല വാക്ക് പറഞ്ഞു. അത് കേട്ട് കൂടുതൽ അഹങ്കരിക്കാനൊന്നും നിക്കല്ലേ. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണോ ഇവിടെ. ആ, ഇവൾക്കും ഇവളുടെ അച്ഛനും തങ്ങാൻ ഏതെങ്കിലും ഒരു സ്ഥലം കാണിച്ചു കൊടുക്ക. അത് മാഡം ഏത് മുറിയാ കാണിച്ചു കൊടുക്കേണ്ടേ? ഇതിനകത്തുള്ള മുറികളൊന്നും വേണ്ട. ഇവിടെ ഇപ്പോ കല്യാണമായിട്ട് നിറയെ ബന്ധുക്കളൊക്കെ വരാനുള്ളതാ. അടുക്കള ഭാഗത്ത് ആ സ്റ്റോർ റൂമിലോ ഒഴിഞ്ഞിടക്കുന്ന വേറെ എവിടെങ്കിലും ഉണ്ടെങ്കിലോ കാണിച്ചു കൊടുക്ക. ശരി മാഡം.